Assalamualaikum. Hello everyone. Namaskaram. Welcome to Serve It Like Shani. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് കറക്കി ചായയുമായിട്ടാണ്. ഈ കാണുന്നവരിൽ ചിലരെങ്കിലും കണ്ടു കാണും എന്താണ് കറക്കി ചായ എന്ന്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ കറക്കി ചായ. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഇത് കണ്ടപ്പോൾ ഒരു നല്ലൊരു രസം തോന്നി. കാരണം ഒരു വെറൈറ്റി ഉണ്ട്, ചായക്ക് തന്നെ കാണുമ്പോൾ ഒരു വെറൈറ്റി ആണല്ലോ. അങ്ങനെ തോന്നിയപ്പോൾ ആ ഒരു രസത്തിൽ ഞാനും ഉണ്ടാക്കി നോക്കിയത്. ഇത് എൻ്റെതായിട്ടുള്ള ഒരു വേർഷനിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാവും. എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും അറിയിക്കാം. കാരണം ഇത് എൻ്റെതായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഞാൻ ഉണ്ടാക്കി പരീക്ഷിച്ച് വിജയിച്ച് കൊടുത്തു നോക്കി അവരും പറഞ്ഞ് നന്നായിട്ടുണ്ടെന്ന്. അപ്പോൾ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ കറക്കി ചായയുമായി എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താ നോക്കാം ഇതിൻ്റെ റെസിപ്പി. അപ്പോൾ ആദ്യമായിട്ട് ഈ ചെറിയ ഗ്ലാസ്സിലുള്ള അളവാണ് ഞാൻ പറയുന്നത്. ഈ ചെറിയ ഗ്ലാസ്സിൽ 2.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. 2.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. 2.5 ഗ്ലാസ് തന്നെ ഫ്രഷ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഫ്രഷ് മിൽക്ക് തന്നെ എടുക്കണം, ലോങ് ലൈഫ് വേണ്ട. കാരണം നമുക്ക് നന്നായിട്ട് പത കിട്ടണം. അപ്പോൾ ഫ്രഷ് മിൽക്കാണ് എപ്പോഴും ബെസ്റ്റ്. അപ്പോൾ 2.5 ഗ്ലാസ് ഫ്രഷ് മിൽക്ക്, 2.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഈ ചെറിയ ഗ്ലാസ്സിൽ. പിന്നെ വേണ്ടത് ഒരു ഗ്ലാസ്സിലേക്ക്, ഈ ചെറിയ ഗ്ലാസ്സിലേക്ക് ഒരു 2 ടീസ്പൂൺ വെച്ചിട്ട്, ടീസ്പൂണാണ് 2 ടീസ്പൂൺ വെച്ചിട്ടാണ് ചായപ്പൊടി എടുത്തിട്ടുള്ളത്. ടീ പൗഡർ 2 ടീസ്പൂൺ വെച്ചിട്ട്. ഞാനിവിടെ 3 ഗ്ലാസ് ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് 6 ടീസ്പൂണ് ചായപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ വെച്ചിട്ട് ഷുഗർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 6 ടീസ്പൂണ് ഷുഗർ ഉണ്ട്. പിന്നെ ഒരു 2 ഏലക്കായ, 3 ഗ്രാമ്പു. അധികം ഇട്ടിട്ടില്ല, കാരണം ഇതിൻ്റെ ഫ്ലേവർ അധികം അതിനൊരു ടേസ്റ്റ് കുറവ് കാണിക്കും. അപ്പോൾ 2 ഏലക്കായ, 3 ഗ്രാമ്പു. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ കറക്കി ചായക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്രിപ്പറേഷൻസും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇവിടെ വെള്ളം പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ചായയുടെ പാത്രം ഫ്ലെയിമിൽ നമ്മൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അതേ സമയം തന്നെ വേറൊരു പോട്ടിൽ പാലെടുത്തിട്ട് തിളപ്പിക്കണം. അതേ സമയം തന്നെ ഒരേ സമയം തന്നെ രണ്ടും ഓൺ ചെയ്യണം ഫ്ലെയിം. ചായയുടെ വെള്ളം തിളക്കുന്നുണ്ട്, നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. അതേ സമയം തന്നെ നമുക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഏലക്കായ, ഗ്രാമ്പു ചേർത്ത് ഫ്ലെയിമിൽ പാല് നന്നായിട്ട് തിളക്കണം. നന്നായി തിളച്ച് വന്നാലേ അതിന് ആ ബബിൾസ് നമുക്ക് കിട്ടുള്ളൂ. ചായ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പാല് നന്നായി പതഞ്ഞ് പൊന്തിയുണ്ട്, നമുക്ക് ഓഫ് ചെയ്യാം. പാല് വേറൊരു പാത്രത്തിലോട്ട് നമ്മൾ ആറ്റിയിട്ട് നന്നായിട്ട് ആ പത വരണം. അങ്ങനെ നന്നായിട്ട് നമുക്ക് ആറ്റി കൊടുക്കാം. ചായ ഞാൻ തിളച്ചത് നമ്മൾ മാറ്റി വെച്ചപ്പോൾ അതൊന്ന് ഫിൽറ്റർ ചെയ്തിട്ട് വേറൊരു പോട്ടിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു 3/4 ഭാഗം, ഇത്രയും ഭാഗം, 3/4 ഭാഗം നമ്മൾ ഈ കട്ടൻ ചായ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. പാല് നന്നായിട്ട് നമ്മൾ അടിച്ചപ്പോൾ നല്ല ബബിൾസ് പത കിട്ടിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ 3ാമത്തെ ഗ്ലാസ്സിലോട്ട് നമുക്ക് ആ പദം ഇട്ട് കൊടുക്കാം. സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും കറക്കി ചായ ഒരു കൈയോട്ടാണ് കറക്കിയെടുക്കുന്നത്. പക്ഷേ ഈ കൈയോട്ട് കറക്കിയെടുക്കുമ്പോൾ കുറച്ച് അൺസേഫാണ്. കാരണം പിള്ളേർ നമ്മളെ അടുത്തുണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ കൈ പൊള്ളും. ഇങ്ങനെയുള്ള കുറേ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഫോയിൽ യൂസ് ചെയ്യാം. ഈ ഫോയിൽ കൊണ്ട് നമ്മൾ ഈ ഗ്ലാസ് ഒന്ന് കവർ ചെയ്യണ വിധത്തിൽ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കവർ ചെയ്യാം. ഇനി നമുക്കൊന്ന് കറക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ കറക്കി ചായ റെഡി. ഈ കറക്കി ചായക്ക് നമ്മുടെ ആ നാടൻ സമാവൃത്തിയുടെ അതേ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അഭിപ്രായം. അതുപോലെ
കിടിലൻ ഓരോ വിഭവമായിട്ട് വരുന്നവരേക്കും ട്രൈ ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.